ക്യാൻ പ്രസൻസ് സ്വയംവര സിൽക്സ് ഇടവേളകളില്ലാതെ ബാബു. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. തവണ വ്യവസ്ഥകളിൽ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും സ്മാർട്ട് ടിവികളും സ്വന്തമാക്കാൻ ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂമുകൾ സന്ദർശിക്കൂ. സ്കൈസെൽ ഗാഡ്ജറ്റ്സ് ഫോർ ലൈഫ്, കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, ആറ്റിങ്ങൽ. കഴിഞ്ഞ എപ്പിസോഡിൽ മമ്മൂക്കയാണ് പറഞ്ഞത് അല്ലേ? എനിക്കൊന്ന് മമ്മൂക്കയോളം തന്നെ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് ബാബുചേട്ടനെ കുറിച്ച് പറയുന്നതെന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഈ സംസാരത്തിലേക്ക് വരാം. ഓക്കെ, നമുക്കൊന്ന് കാണാം. ഇടവേള ബാബുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാനല്ല, നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലെ എല്ലാവരുടെയും ഒരു എന്താ പറയുന്ന എനിക്കങ്ങനെ ഒരു വാക്ക് കിട്ടുന്നില്ല, ഒരു 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 ഇടവേള ബാബു എന്ന് പറയുന്ന ഒരു മസ്റ്റാണ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേരില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ്. അത് സിനിമയുടെ കാര്യമല്ല പറയുന്നത്. സിനിമയിൽ ഇടവേള ബാബു അല്ലെങ്കിൽ ഞാനില്ലെങ്കിലൊക്കെ സിനിമ പോകും. പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്, അമ്മ എന്ന് പറഞ്ഞിട്ട്. അത് വേറെ ഇന്ത്യയിൽ ഒരുപാട് സംഘടനകളുണ്ട്, അല്ലെങ്കിൽ ലോകത്തുണ്ട്. പക്ഷേ ഇത്തരം സംഘടനകളിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സംഘടനയാണ് അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് പറയല്ല, കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അതിലൂടെ സഞ്ചരിച്ച ഒരാളെന്ന രീതിയിൽ അതിലെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ പോലും അവർ വിളിച്ച് പറയുന്ന ബാബുവിൻ്റെ അടുത്താണ്. അല്ലാത്തവരും ഉണ്ടാകാം, പക്ഷേ ഞാൻ പറയുന്ന മെജോറിറ്റി അവരുടെ ഏത് പ്രോബ്ലം വന്നാലും ആദ്യം നിൽക്കുന്ന ഒരാളാണ് ബാബു. അതങ്ങനെ സംഭവിച്ചതാണ്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മഹാമനസ്കതയുടെ കാര്യമാണ്. ആസ് ആൻ ആക്ടർ ഇടവേള എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വന്നത്. ഒരുപാട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ സമയം കിട്ടുന്നില്ല, അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ബാബു എന്ന് പറയുന്ന ആളിപ്പം വേറെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് മനോരമയുടെ ഷോ ചെയ്യും, അല്ലെങ്കിൽ വനിതയുടെ ഷോ ചെയ്യും. അതിനിടയിൽ പിന്നെ പുള്ളിയുടെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ നോക്കും. അപ്പം ബാക്കി പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, കാര്യം അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. വളരെ നല്ല സുഹൃത്താണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് പേരെ സഹായിക്കാൻ കഴിവുള്ള ഒരാളാണ്. അത് അദ്ദേഹം ചെയ്യുന്ന ആളാണ്. ഇതിനൊക്കെ എതിരഭിപ്രായം ഉണ്ടാകാം, കാര്യം ചില ആൾക്കാർക്ക് അത് ഇതേ ഇഷ്ടമല്ല. കാര്യം പുള്ളിക്ക് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കാര്യത്തേക്കാൾ മറ്റൊരാളുടെ കാര്യത്തേക്കാൾ ഒരു സംഘടന എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് കൂടുതൽ താല്പര്യം. അതിൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് പ്രോബ്ലമൊക്കെ ഉണ്ടാകാം, പക്ഷേ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതെ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ഈസ് എ ഗുഡ് ആക്ടർ, ഗുഡ് ഫ്രണ്ട് ആൻഡ് വെരി ഗുഡ് ഓർഗനൈസർ. അദ്ദേഹത്തിന് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇതൊരു തുറന്നു പറച്ചിലാണ് അല്ലേ? പക്ഷേ മമ്മൂക്ക പറഞ്ഞതിൻ്റെ വേറൊരു ലെവലിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണെന്നുള്ള അറിയാം. അതെ, അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം മറ്റേത് ബാബുവിന് വാവരക്കാരനില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ അമ്മയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾ, കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോയിട്ടാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ എന്താണെന്നാണ് ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇത് എൻ്റെ അടുത്ത് നേരിട്ട് പറയാത്ത കാര്യമാണ്. ഇതിപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഭാഗ്യം. പിന്നെ അദ്ദേഹത്തിനെ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ക്രിക്കറ്റൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഞാനായിരുന്നു ടീം മാനേജർ. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മറ്റ് ടീമിലെ പ്രധാനപ്പെട്ടവർ അല്ലെങ്കിൽ ആ ടീം അംഗങ്ങൾ നമ്മളുടെ ക്യാപ്റ്റനെ അന്ന് ലാലേട്ടനാണ് ക്യാപ്റ്റൻ, വന്ന് കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ടാണ് ഇവർ കളത്തിലിറങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാനൊക്കെ ലാലേട്ടന് കൊടുക്കുന്ന വില പോരെയെന്ന്. കാരണം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി പെരുമാറുന്നു, നമുക്കറിയാം ലാലേട്ടൻ വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ വലിയൊരു ഇതാണൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരിക്കലും ലാലേട്ടൻ നമ്മളോടും പെരുമാറില്ല, നമ്മൾ തിരിച്ചും അങ്ങനെ പെരുമാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അദ്ദേഹം ഈ കാണികളുടെ പൊതുജനത്തിൻ്റെ മുമ്പിലുള്ള ഒരു സ്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ എനിക്ക് ചില കമൻസൊക്കെ കാണുമ്പോൾ എനിക്കിതൊന്നും ഇവരൊന്നും ചെറിയ ലോകത്താണ് ജീവിക്കണമെന്ന് തോന്നും, പുറത്തിറങ്ങിയല്ലേ ജീവിക്കണമെന്ന് തോന്നും. കാരണം അതാണ് അദ്ദേഹം, ഒരു കമ്പാരിസൺ ഇല്ലാത്ത ആളാണ്. എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, എനിക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നെയും അങ്ങനെ തന്നെയാണെന്നുള്ളത് ഇപ്പോൾ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എവിടെയോ ഞങ്ങൾ തമ്മിലൊരു നല്ല റാപ്പും ഉണ്ട്. എല്ലാ കാര്യങ്ങളും
അമ്മയുടെ അംഗങ്ങൾ വിളിച്ച് ബാബുവിനെ പറഞ്ഞു. അതായത് ബാബുവിലെ ഈ 505 എന്ന് പറഞ്ഞു ഇപ്പം നിലവിൽ ഏറ്റവും അംഗം. അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ അവിടെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നത് ബാബുവിനോടാണ് ആദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്താ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വളരെ വയസ്സായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സിനിമയിൽ ഒന്നുമല്ലാത്ത ചില ആൾക്കാർ, അപ്പോൾ അവർ പലപ്പോഴും എന്നെ വിളിച്ചിങ്ങനെ അവർ വീട്ടിലെ കഷ്ടപ്പാടും വേദനകളൊക്കെ പറയുമ്പോൾ എനിക്കൊരു 3-4 പ്രാവശ്യം വരുമ്പോൾ ഇടയ്ക്കൊക്കെ തോന്നും, ഇത് ഇവർക്കൊന്നും വീട്ടിലാണ്, ഇത് എന്തിനാ എൻ്റെ അടുത്ത്. പക്ഷെ പിന്നെ ഞാൻ തിരിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും അതിലൊരു വലിയ കാര്യമുണ്ട്. കാരണം അവരവരുടെ മക്കളോടോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയോടോ സ്വന്തം മകളോടോ ഭർത്താവിനോടോ പറയുന്നേക്കാൾ കംഫർട്ട് എൻ്റെ അടുത്ത് പറയുന്നതാണ്. അതിൽ എന്നെ അവരത്ര വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഉപദേശമൊന്നും ആയിരിക്കില്ല പറയുന്നത്, ചിലപ്പോൾ ഇതായിരിക്കും പറയുന്നത്, എങ്കിലും അവരതിലൊരു കംഫർട്ട് ഉണ്ട്. അതിൽ എന്നെ അത്രമാത്രം അവർ വിശ്വസിക്കും. പ്രത്യേകിച്ച് സുമാരി ചേച്ചി ഇന്നില്ല. സുമാരി ചേച്ചി ആഴ്ചയിൽ ഒരു ദിവസം എന്നെ വിളിക്കറിയോ. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ സുമാരി ചേച്ചി എവിടെയോ മോനെ എന്താ വിളിക്കാത്ത, നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വിളിക്കും. ഇപ്പോഴും ശാരദാമ്മ എന്നെ 2 ആഴ്ച കൂടുമ്പോഴേക്കും വിളിക്കും. അമ്മ ഇപ്പോൾ സുഖമില്ലാതെ ഇരിപ്പാണ്, വീട്ടിൽ പുറത്തേക്കൊന്നും പോകുന്നില്ല, അമ്മ എന്നെ വിളിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് മാഡം എന്ന് വിളിക്കും. പെട്ടെന്ന് നമ്മൾ അപ്പം എൻ്റെ അടുത്ത് പറയും, ബാബു എന്നെ മാഡം എന്ന് വിളിക്കണ്ട, ശാരദാമ്മ എന്ന് വിളിച്ചാൽ അതാണ് എനിക്ക് കേൾക്കുന്ന സന്തോഷം എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ലെജൻസ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് മധുസാർ. ചിന്തിക്കാൻ പറ്റുമോ, ഞാനും അദ്ദേഹം എവിടെ നിൽക്കണു. പക്ഷെ മധുസാറ് ഏത് പാതിരയ്ക്ക്, പ്രത്യേകിച്ച് മധുസാറ് നൈറ്റ് ലൈഫിൻ്റെ ആളാണ്. ഞാനൊരു 2 മണിക്കൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം മെസ്സേജിന് മറുപടി വരുന്ന ആൾ മധുസാറിൻ്റെയാണ്. മധുസാറ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല കേട്ടോ. ഭയങ്കര എനിക്കൊന്ന് ഭയങ്കര യങ്സ്റ്ററാണ് പുള്ളി, മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സാറിന് ധാരണകൾ കൃത്യമായ കമൻറ്റ് തരുന്നതിന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജയഭാരതി ചേച്ചി. എനിക്ക് അമ്മയിൽ ഇരുന്നതിൻ്റെ എന്താണ് പ്രതിഫലം എന്ന് ചോദിച്ചാൽ ഇതാണ് പ്രതിഫലം. ഒരു ഇടവേള ബാബുവിന് ഒരു പക്ഷേ ഇത്രയും സഞ്ചരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് എനിക്ക് ജീവിച്ചിരിക്കുന്ന എല്ലാ ലെജൻസുമായിട്ടും വളരെ നല്ല ബന്ധം ഈ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഷോ ആയിട്ട് നടന്നിട്ട് ഇപ്പോൾ ദാസേട്ടൻ തുടങ്ങി എല്ലാവരുമായിട്ടും ഞാൻ പക്ഷേ കാണിക്കാറില്ല. എനിക്ക് അവരായിട്ട് ഭയങ്കര ബന്ധം. ഇപ്പോൾ കഴിയുമെങ്കിൽ ഞാൻ ഒരു കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നിട്ട് ഇവരുടെ ഫോൺ വരുമ്പോൾ ഞാൻ പതുക്കെ മാറി എന്നേ സംസാരിക്കുള്ളൂ. നല്ലപ്പോൾ ലാലേട്ടനെ വിളിക്കുകയാണെങ്കിൽ മമ്മൂക്കയെ വിളിക്കുകയാണെങ്കിൽ അത് കാണിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാറില്ല. എൻ്റെ വീട്ടിൽ പോലും ഇന്നാൾ വിളിച്ചു എന്ന് പറയാൻ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. അതെൻ്റെ ഒരു നേച്ചറായിരിക്കാം. മറ്റു ചിലർ കണ്ടിട്ട് ചിലർ ഫോൺ വരും ഭയങ്കര ഇതായിട്ട്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം എൻ്റെ ഒരു പ്രൈവറ്റ് ഇതായിട്ടാണ് ഞാനത് കരുതിയിരിക്കുന്നത്. അതാണ് ആ ഒരു കംഫർട്ട് സോൺ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ഈ പറഞ്ഞ രീതിയിൽ അത്രയും ബാബുചേട്ടനുമായിട്ട് അടുക്കുന്നതും. അതൊരു പ്രധാന വിഷയമാണല്ലോ. അല്ല, അതിൽ ആൻ്റണി വരുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടന് എത്ര കാലം ലാലേൻ്റെ കൂടെ നടന്നത് ഇന്നവർ ഡേറ്റ് പോലും ചോദിച്ചിട്ടില്ല. ആൻ്റി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബാബുചേട്ടനൊരു ഡേറ്റ് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. അത് നിശ്ചയിക്കേണ്ട ആൻ്റി ആണെങ്കിൽ പോലും ആൻ്റി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് എനിക്ക് ഈ ഇത്രയും ബന്ധങ്ങളിൽ നിന്ന്. ഒന്ന്, ഇവരുടെ പ്രൊഫഷണൽ ഇടപാടാതിരിക്കുക. ഇപ്പോൾ മമ്മൂക്കയിലും ലാലേട്ടനേലും ഇവരൊക്കെ അല്ലെങ്കിൽ ചെറിയ ആർട്ടിസ്റ്റാണെങ്കിൽ പോലും ഞാൻ ഇവരുടെ അടുത്ത പടം ഏതാണ്, ആ പടത്തിൽ ചാൻസ് തരുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പറയുമോ, ഞാൻ പറയാറില്ല. 2, സാമ്പത്തിക ഇടപാട് കടം ചോദിക്കാറില്ല. 3, അവരുടെ പ്രൈവസിയിൽ നമ്മൾ കയറി ഇടപെടാതിരിക്കുകയും അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു സൗഹൃദം കൊണ്ടു നടക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ പറയുന്നത് അവിടെ പറയാം, അവിടെ പറയുന്നത് ഇവിടെ പറയാം. അല്ല, ഒരു പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാഠം കൂടിയാണത്. ഞാൻ പറയാറേ ഇല്ല. കാരണം ഇപ്പോൾ ചിലപ്പോഴാണ് നമുക്കൊരു എവിടെയാടാ പ്രസിഡന്റ് അവിടെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്തുണ്ട് എന്താ പറയണേ, അപ്പോൾ അവർ തമ്മിലുള്ള അടുപ്പ് പറഞ്ഞോട്ടെ അറിയാം എന്താണ് അതിൻ്റെ ഇടയിൽ എൻ്റെ അപ്പം ഞാൻ വേണം നമുക്ക് പറയാൻ. അതുപോലെയാണ്. കാരണം അവർക്കൊക്കെ അറിയാം. പിന്നെ ഇപ്പോൾ പലപ്പോഴും പറയുന്നത് കോമഡി അല്ല, അതിൻ്റെ ഒരു സത്യമാണ്. ഈ പലരും മരിച്ചാലും അവസാനം മരിച്ചു എന്ന് പറയുന്നത് ഞാനാണ്. അത് എല്ലാ മീഡിയയും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആര് വിളിച്ചു പറഞ്ഞാലും അവസാനം ഞാൻ ഉറപ്പിച്ചിട്ട് മാത്രമേ ഒരു പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ പറയുള്ളൂ തീരുമാനമായി എന്ന് പറയുള്ളൂ. അതെ, നേരത്തെ ഒരു കാര്യം, ഒരു ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞു. അല്ല, എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നു പൊതുവേ, സിനിമയിൽ ഇല്ലാത്തവരെല്ലാം ബാബു അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ശമ്പളം പറ്റിയിട്ടാണ്
നേരത്തെ അതിൻ്റെ ഒരു സൂചന നൽകി അങ്ങനെയല്ല എന്നുള്ളത്. വാസ്തവത്തിൽ അത് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും അത് പറയാം. അങ്ങനെയല്ല. ഒരു പൊതുയോഗത്തിൽ ജഗതി ചേട്ടനാണ് ഇട്ടെന്ന് പറഞ്ഞത്. ഇതൊരു എന്താ പറയുക, ഊറ്റിയെടുക്കലാണ്. ഇത് ശരിയല്ല, ബാബുവിന് ശമ്പളം കൊടുക്കണം എന്ന് ജഗതി ചേട്ടനാണ് ഇട്ടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചു, എനിക്കെന്താണ് ശമ്പളം തരാൻ പോകുന്നത്? അപ്പം ഞാൻ ചെയ്യുന്ന സേവനത്തിന് എന്താണ് നിങ്ങൾ വിലയിടുന്നത് എന്ന് ഞാൻ ചോദ്യം ചോദിച്ചു. അതിന് ഉത്തരം തരാൻ ആർക്കും പറ്റിയില്ല. പിന്നെ ഒന്നാമത് ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ശമ്പളം എടുക്കാൻ പറ്റില്ല, ഒരു മെമ്പർക്ക് പറ്റില്ല. അവിടെ ഒരു ജോലിക്കാരനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലെങ്കിൽ രാജിവെച്ചിട്ട് അവിടെ ജോലിക്കാരനെ വിളിക്കാം, അപ്പോൾ എനിക്ക് ശമ്പളം പറ്റും. ശമ്പളം പറ്റാൻ പാടില്ല. പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ എഴുതിയെടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് തന്നെയാണ് ഓഫീസ്, ഞാൻ എറണാകുളത്ത് തന്നെയാണ് താമസിക്കാറ്, അതും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ ഞാൻ അവിടെ ഒരു ചായ ആകെ ഒരു കട്ടൻ ചായയാണ് അവിടെ നിന്ന് കുടിക്കുന്നത്. അമ്മയുടെ ഓഫീസിൽ നിന്ന് ആകെ ഒരു കട്ടൻ ചായയാണ് കുടിക്കുക. ബാക്കിയെല്ലാം ഉച്ചയൂണ് മുതൽ എല്ലാം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ചെലവ് തന്നെയാണ്. അതൊന്നും നമ്മൾ പൊതുജനത്തിനെ അറിയിക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങൾക്ക് പോലും അത് അറിയില്ല. പല വിമർശനങ്ങൾ വരുമ്പോഴും അതെ, ഒരുപാട് പൈസ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേരിൽ അവിടെ പണമൊന്നും കാണില്ല. പിന്നെ എന്നിൽ കൂടെ പലപ്പോഴും 2 ചെക്ക് ഒപ്പിടണം. അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പേ ചെയ്തിട്ട് കണക്കുകൾ ഒരുമിച്ച് എഴുതിയിട്ട് പൈസ തിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ സിദ്ദിഖാണ് ട്രഷറർ, അതിന് മുമ്പ് ജഗദീഷ് ചേട്ടനായിരുന്നു. അപ്പോൾ ഒപ്പിടിക്കാൻ ചില കാലതാമസങ്ങൾ വരും. അല്ലാതെ ഇടവേള ബാബു എന്ന് പറഞ്ഞ് അവിടെ ഒരു പേരിൽ കാണില്ല. ലാലേട്ടനൊപ്പം പ്രസിഡന്റ് സ്ഥാനത്തും ജനറൽ സെക്രട്ടറി സ്ഥാനത്തും ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണോ മമ്മൂക്കയെ അപേക്ഷിച്ച്? അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു താരതമ്യം എങ്ങനെയാണ്? അതിൽ രണ്ട് തരാം. കാരണം ലാലേട്ടൻ ഒന്നും ശ്രദ്ധിക്കില്ല. ലാലേട്ടൻ പക്ഷെ വിശ്വാസമാണ്. ഇപ്പം ലാലേട്ടനോട് ഒരു 10 പേപ്പറൊക്കെ ഒപ്പിട്ട് ബ്ലാങ്ക് പേപ്പറിൽ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരാൻ എനിക്ക് ഒപ്പിട്ട് തരും. പക്ഷേ മമ്മൂക്കയായിരുന്നപ്പോൾ എനിക്ക് പേടിയില്ല. കാരണം എന്താ അറിയോ, മമ്മൂക്കയ്ക്ക് കറക്റ്റ് റീഡിങ് ഉണ്ട്, അല്ലെങ്കിൽ മമ്മൂക്ക എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാലേട്ടൻ ഒന്നുമില്ല, എന്നെ പൂർണ്ണമായിട്ട് അപ്പോൾ ഞാൻ ഡബിൾ ജോലിയാണ്. കാരണം അദ്ദേഹത്തിനൊരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല. ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം, പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് വളരെ ശക്തമാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിൽക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് പക്ഷേ എൻ്റെ ചങ്കൂറ്റെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പിൻബലമാണ്. നമ്മൾ ചിലപ്പോൾ ചില റൗഡികൾ പോയില്ലേ, മുമ്പിൽ ഭയങ്കര ധൈര്യമാണ്, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരൊക്കെ ഇല്ലെങ്കിൽ കഴിഞ്ഞു. പക്ഷെ ആ ഒരു ടീം സ്പിരിറ്റാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ലാലേട്ടന് എപ്പോഴും ഭയങ്കര കംഫർട്ടാണ്. അത് ഞാൻ ധൈര്യമായിട്ട് ചെയ്യുക. ഞാനപ്പോൾ എല്ലാ കാര്യങ്ങളും വോയിസ് മെസ്സേജ് ഇടും. കാരണം അദ്ദേഹത്തിന് തിരക്ക് കാരണം ഞാൻ വോയിസ് മെസ്സേജ് ഇടുക. പക്ഷേ വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ മറുപടി വരും. ചേട്ടനത് കേൾക്കും, അല്ലെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കും. അത് ഏത് രാജ്യത്താണെങ്കിലും എന്നെ വിളിക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞ കുഴപ്പം എന്താണെന്നറിയോ, എല്ലാവരും ഓരോ കാര്യത്തിന് എന്നെ വിളിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പേഴ്സണലൈസ് ചെയ്ത ഒരു കാര്യത്തിനും ഞാനൊരു ഉപദ്രവിക്കാറില്ല. നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പോലും അവരർഹിക്കുന്ന സാമ്പത്തികമൊക്കെ നൽകിക്കൊണ്ട് തന്നെ ഞാൻ വിളിക്കാറുള്ളൂ. അത് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയും, ഒന്ന് പറ, ഞാൻ പറയില്ല. അത് പറഞ്ഞാൽ 2 പ്രാവശ്യം ചെയ്യാതിരിക്കുന്നത്, മൂന്നാമത് അതൊരു ശല്യമായി മാറും. ഇതുവരെ ദൈവാധീനം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല. അതെ, ആരെയും ഞാൻ അങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതെ, അതിപ്പോൾ ആരായാലും. മലയാള സിനിമയിലെ 2 താരചക്രവർത്തിമാരാണ്, അങ്ങനെ തന്നെ പറയാം നമുക്ക്. ഒരു സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾ, ഇപ്പോൾ 40 വർഷങ്ങൾ കഴിഞ്ഞ് 2 പ്രതിഭകൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എത്രയോ പേര് വന്നുപോയി. പക്ഷേ ഈ ഒരു കംഫർട്ടബിലിറ്റി വേറെ ഒരു ലാംഗ്വേജിലും ഇല്ല കേട്ടോ. അത് പറയാതിരിക്കാൻ, അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. 3 ഷോകൾക്ക് മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് സൂര്യ വന്നിരുന്നു ഷോന്. സൂര്യ നമ്മൾ എന്താ വെച്ചാൽ അന്ന് ലാലേട്ടന ഫോൺ വിളിച്ച് എൻ്റെ കയ്യിൽ തന്നത്, ഞാനാണ് ക്ഷണിച്ചതൊക്കെ. അദ്ദേഹം ടിക്കറ്റ് എടുത്ത് വന്നു, അറിയോ, നമ്മൾ ടിക്കറ്റ് കൊടുക്കുക, ടിക്കറ്റ് എടുത്തിട്ട് വന്നു. അദ്ദേഹം സ്റ്റേജിൻ്റെ പിന്നിൽ അമ്പരപ്പിലാണ് കണ്ടത്. കാരണം മമ്മൂക്കയുടെ ഷർട്ട് ലാലേട്ടിട്ട് കൊടുക്കണു, മറ്റേ ആളുടെ ഇത് കെട്ടി കൊടുക്കണു. ഇതുപോലെ എല്ലാവരും യൂണിറ്റി കണ്ട. നമ്മൾ ഈ വഴക്കം പുറത്താണല്ലോ ഫാൻസൊക്കെ, അകത്തതൊന്നുമല്ല. അപ്പോൾ ഭയങ്കര അങ്ങോട്ട് നിന്നിട്ട് ജെട്ടി കുറേ നേരം നിന്നിട്ട് ഞാനപ്പോൾ ഇങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും ഒരു ലാംഗ്വേജിലും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങളുടെ ഒരു യൂണിറ്റി ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രത്യക്ഷത്തിൽ ഭയങ്കര. അവസാനം അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ അദ്ദേഹം അമ്മയിലേക്ക് സേവനത്തിന് വേണ്ടി തന്നു.
അമ്മയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 10 പേർക്ക് വാണ്ടഡ് ഉള്ളൂ എന്ന് ഞാൻ പറയും. അത്രേ ഉള്ളൂ. ഒരു ആദ്യത്തെ 50 പേര് ഈ പടത്തില്ലെങ്കിൽ ആ പടത്തിൽ മസ്റ്റാണ്, അതുണ്ടാവും. പക്ഷേ 50-നും 100-നും ഇടയ്ക്കുള്ളവർ വരും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. പിന്നെ ഇങ്ങനെ പോയി അവസാനത്തെ 100 പേര് ഇപ്പം ഏത് ക്യാമറ ഉപയോഗിക്കണമെന്ന് അറിയാത്തവരാണ്. അല്ല, കുറ്റമായിട്ടല്ല പറയുന്നത്, അവർക്ക് സിനിമകളില്ല, അവരെ ഓർക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ന്യൂസ്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയിക്കുന്നത് താഴേന്നാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരെ അറിയിക്കാൻ ആരും ഉണ്ടാവില്ല, മറ്റവരെ അറിയിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, വാദിച്ചറിയിക്കും. പക്ഷേ ഈ താഴെ നിന്നുള്ള ആൾക്കാരെ അറിയിക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് അവരും ഞാനും തമ്മിലൊരു റാപ്പ് ബന്ധക്കുന്നത് അല്ലേ. പിന്നെ എൻ്റെ ഫോണുകൾ ഒരു സമയത്ത് ഞാൻ ഓഫ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ ടെൻസ്ഡാണ് ആ കാര്യത്തിൽ. എൻ്റെ ഫോൺ മറ്റൊരു സ്ഥലത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഫോൺ എനിക്ക് വേണ്ടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഓരോ സെറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ വ്യക്തിപരമായ അസുഖങ്ങൾ, ഹോസ്പിറ്റലൈസേഷൻ, അവിടേക്ക് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ ഈ തുറന്നു പറച്ചിലിൻ്റെ ഭാഗമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വീട്ടുകാർ പോലും അറിയാതെ നമ്മളവിടെ പണം എത്തിക്കുന്നുണ്ട്. മലയാളത്തിലൊരു പ്രധാനപ്പെട്ട നടൻ മരിച്ചിട്ട് ഒരു പക്ഷേ സാമ്പത്തികം നമുക്ക് കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടാവും, എല്ലാവരും കാഴ്ചപ്പാടിൽ അദ്ദേഹം ഭയങ്കര സാമ്പത്തികമായി. അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 20 മിനിറ്റിനുള്ളിൽ ബോഡി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നാട്ടിലേക്കാണോ കൊണ്ടുപോകണത്, തിരുവനന്തപുരത്ത് തന്നെയാണോ എന്ന് ചോദിച്ചു. തിരുവനന്തപുരത്ത് തന്നെ, നാട്ടിലേക്ക് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അതിനുള്ള മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. 20 മിനിറ്റിനുള്ളിൽ 4 ലക്ഷം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ പോലും അറിഞ്ഞിട്ടില്ല അത്. ഇന്ന് ഒരു ഹോസ്പിറ്റലുകാരും പേയ്മെൻറ്റ് കൊടുക്കാതെ ബോഡി വരില്ല. ഇത് അറിയാത്തൊരു രഹസ്യം തന്നെയായിട്ട് ഞാൻ ഹോസ്പിറ്റലുകാരെ അവർക്ക് വേറെ രക്ഷയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ പിന്നെ കിട്ടും. ഹോസ്പിറ്റലല്ലെങ്കിൽ ഇൻഷുറൻസ് പെട്ടെന്ന് കിട്ടില്ല. ഒരുപാട് നൂലാമലകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് പൈസയ്ക്ക് പൈസ തന്നെ വേണം, അല്ലാതെ വേറെ സ്നേഹമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പല സ്ഥലത്തും ഗ്യാരണ്ടി നിന്നുണ്ടെന്നുള്ള സത്യം തന്നെ. നിങ്ങൾ ആളെ വിട്ടോ, ഞാനത് എത്തിച്ചോളാം. അത് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ള ഹോസ്പിറ്റലുകളുടെ നമ്പറുകളാണ്. അവിടുത്തെ PRO അല്ലെങ്കിൽ അവിടെ ആരെ പിടിക്കണം, അതിൻ്റെ ഓണർ ആരാണ്, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോക്കോ, ഞാൻ ബാക്കി അറേഞ്ച് ചെയ്താൽ. ഇപ്പോൾ ടിനിയുടെ ഒരു കുട്ടിയുടെ ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് ടിനിയുടെ കുട്ടിയുടെ വായിലൊരു ശ്വാസം കിട്ടാണ്ടായി. ആലുവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, രക്ഷയില്ല. അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് വലിയ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ടിനി എന്നെ വിളിച്ച് കാറിൽ കരയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു കൊണ്ടുപോകുക, ബാക്കി എല്ലാം ഞാൻ അവിടെ അറിഞ്ഞു. അവിടെ എത്തലും വിത്തിൻ സെക്കൻഡ് ഇത് 1 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ഇനി പറയാം. അല്ലെങ്കിൽ ആൾ പോവും. നമ്മൾ ആ സമയത്ത് എടുക്കുന്ന ചില അപ്പോഴേക്കും പിന്നെ ഇത് നമ്മൾ വിളിക്കുമ്പോൾ ആൾ ഫോൺ എടുക്കണം. പലപ്പോഴും അവിടെയാണ് പ്രശ്നം. പക്ഷേ ഞാൻ ആൾ ഫോൺ എടുത്തില്ലെങ്കിൽ അയാളുടെ പിയുടെ നമ്പർ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ആളുടെ നമ്പർ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് പരമാവധി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ചിലപ്പോൾ കിട്ടാതെ വരും. അപ്പോൾ നമുക്ക് അതിന് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ദൈവാധീനം കൊണ്ട് എൻ്റെ ഒരു കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അതുകൊണ്ടാണ് മോഹൻലാലിനെ പോലെ ഒരാൾ പറഞ്ഞത് അവർക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണെന്നുള്ളത്. ആ സമർപ്പണം വളരെയാണ്, ആ വാക്കിന് വളരെ അർത്ഥമുള്ളതാണ് സമർപ്പണം. അത് അല്ല, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കാലത്ത് മുതൽ രാത്രി 10 മണി വരെയുള്ള ജീവിതം ഞാൻ ഇതിന് തന്നെ. ഇപ്പം ഇതേപോലെ തന്നെ ഞാൻ പേരുകൾ പറയുന്നില്ലെന്ന്, മറ്റൊരു നടൻ ട്രെയിനിൽ കിടന്ന് മരിച്ചു. അതൊരു വലിയ ഡിസിഷനായിരുന്നു. കാരണം മരിച്ചോ എന്നുള്ളതാണ് തീരുമാനം. ഒരു പത്രപ്രവർത്തകനാണ് വെളുപ്പിന് 4 മണിക്ക് എന്നെ വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റായിട്ട് ആരവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ, ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ബോഡിയാണോ എന്താണെന്ന് അറിയില്ല, ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു. അല്ല, ട്രെയിനിലാണ്. ഞാൻ പറഞ്ഞു കാര്യമില്ല, എടുക്കൂ, നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അവിടുത്തെ SP വിളിച്ചു, കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് മരണം നടന്നതെന്നാണ് രേഖകളിൽ. ആ മരണം നടന്നു വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവരുടെ സമുദായപരമായിട്ട് അതവർ വേദനിപ്പിക്കുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, കത്തി വയ്ക്കുമെന്ന് ചോദിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുള്ളൂ.
അപ്പം ഞാൻ പറഞ്ഞു അല്ല അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, ആ വാർത്ത എല്ലാവരും കേട്ടാണ്, പേര് കത്തി പറയുന്നത് വെക്കാതെ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ SP വിളിച്ച് പറഞ്ഞ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി നമുക്ക് വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, ഒരുപാട് ഈ സിനിമാ ബന്ധമായി. അപ്പോൾ നടന്മാർ മാത്രമല്ല കേട്ടോ, ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളായാലും ഞാൻ ഇടപെടാറുണ്ട്. എന്നാൽ കഴിയുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് FK ആയാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ, നിങ്ങൾ നല്ല റാപ്പുമാണ്. അല്ലാണ്ട് ഇത് പത്രത്തിലോ മറ്റേലും കാണുന്ന പോലെയല്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം എറണാകുളത്ത് ഒരു മരണം നടന്നാൽ എത്തുന്ന ആളുകളെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്നവരെ വിളിച്ച ആൻഡി ജോസഫ് അല്ലെങ്കിൽ ബാദുഷ, അങ്ങനെ കുറച്ച് പേരെ വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തുന്നത് അറിയാം. അത് നടനാണോ പ്രൊഡ്യൂസറാണോ അല്ലെങ്കിൽ ടെക്നീഷ്യനാണോ ലൈറ്റ് ബോയ് ആണോ ഒന്നും നോക്കാറില്ല. ഓടി വരിക, അതിൻ്റെ സാമ്പത്തികം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുക ചെയ്യുക. നമ്മൾ ഒരുപാട് പിരിവുകൾ നടത്താറുണ്ട്. കാരണം ആ സമയത്ത് ബോഡി അവിടുന്ന് കൊണ്ടുപോകണം. അപ്പോൾ 2-3 പേരെ വിളിച്ചു പറയും. അതിലൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത പേരാണ് കലാഭവൻ മണി, അല്ലെങ്കിൽ ചാക്കോച്ചൻ. ഇവരൊക്കെ ഏത് സമയത്ത് വിളിച്ചാലും ബൗചേട്ടാ ഒരു കാര്യം ചെയ്തോ, പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ബൗചൻ്റെ കയ്യിലുണ്ടോ എടുത്തു കൊടുത്ത് ഞാൻ എത്തിച്ചു തരാം. നമുക്ക് അപ്പം തന്നെ ഒരു ലക്ഷങ്ങൾ ഒരു 5-6 ഫോൺ വിളിയിൽ സമ്പാദിച്ച് നമുക്ക് ആ ബില്ല് പേ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മളറിയാത്ത ഒരുപാട് സൗഹൃദങ്ങൾ. ഒരുപക്ഷെ ആ സിനിമയ്ക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യം കൂടാണ്. അതുപോലെ തന്നെയാണ് ആ വിളിക്കുമ്പോൾ അവരിലുള്ള വിശ്വാസം. അതാണല്ലോ ബേസ്. അതെ, അത് വെറുതെ ഒരു തമാശയ്ക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ പറ്റിപ്പിന് വിളിക്കുന്നതല്ല എന്നറിയാം. അവസാനം നടന്നൊരു എൻ്റെ ഒരു കോൺട്രവേഴ്സിയിലും ഇപ്പം എനിക്കൊരു ബാൻ വരെ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കൊണ്ടായിരിക്കാം എനിക്ക് വേണ്ടി മാക്സിമം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അസോസിയേഷൻ എന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ വരെ എനിക്ക് തോന്നുന്നത് മുന്നിൽ തന്നെ നിന്ന് എനിക്ക് വേണ്ടി ചെയ്തു തന്നത് ബാബുചേട്ടൻ തന്നെയാണ്. അതിൻ്റെ എന്നും ആ ഒരു കടപ്പാട് എനിക്കുണ്ട്.